ഇപ്പോൾ ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന അധ്യക്ഷൻ നാരായണവർമ്മ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ നാരായണവർമ്മ, യഥാർത്ഥത്തിൽ ഹൈന്ദവ സംഘടനകളെയും അയ്യപ്പ ഭക്തരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് എന്താണ് ഈ സംഗമത്തിന്റെ ലക്ഷ്യം എന്നുപോലും പറയാതെ ഹൈന്ദവ സംഘടനകളെ പോലും പങ്കെടുപ്പിക്കാതെ നാളെ സ്വാഗത സംഘം രൂപീകരിക്കാൻ പോകുകയാണ്. അപ്പോൾ സർക്കാർ ഈ ഹൈന്ദവ സംഘടനകളിൽ നിന്നും ഇതിനോടകം തന്നെ ഉയർന്ന എതിർപ്പുകളെ തൃണവൽഗണിച്ചുകൊണ്ട് ആ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഈ ഘട്ടത്തിൽ അങ്ങയുടെ പ്രതികരണം? തീർച്ചയായിട്ടും അത് വളരെയധികം ദൗർഭാഗ്യകരമായ ഒരു തീരുമാനമാണ് എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം ഭക്തജനങ്ങളെയും ഭക്തരുടെ സംഘടനകളെയും വിശ്വാസത്തിൽ എടുക്കാതെ അയ്യപ്പ സംഗമം നടത്തുക, ഒരു അയ്യപ്പ സംഗമം എന്ന് തന്നെ പറയുന്നതിൽ തന്നെ ഒരു ദുരൂഹത ഇല്ല. കാരണം ഒരു അയ്യപ്പനാകുന്നത് തന്നെ ശബരിമലയിൽ മുദ്ര ധരിച്ച ശേഷം 41 ദിവസം നിയമത്തോടെ ആചാര അടിസ്ഥാനങ്ങളോടുകൂടി ശബരിമലയ്ക്ക് പോകുമ്പോൾ മാത്രമേ ആ ഒരു അയ്യപ്പൻ ആകുന്നുള്ളൂ. പക്ഷെ ഇത് പെട്ടെന്ന് ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ എന്താണ് അതിന്റെ അജണ്ട, എന്തിനാണ് ഈ ഒരു സംഗമം നടത്തുന്നത്, ഇതൊക്കെ തന്നെ നമുക്കറിയാം. 2018 അനുഭവങ്ങൾ 18 തൊട്ട് 20 വരെ കാലഘട്ടങ്ങളിൽ നമ്മൾ ഭക്തജനങ്ങൾ അനുഭവിച്ച് കണ്ണീരോടെയും നമ്മുടെ മുഴുവൻ തീയുമായിട്ട് ഭക്തജനങ്ങൾ ആപാലവൃദ്ധം ഭക്തജനങ്ങൾ നമ്മൾ വിഷമിച്ചതാണ്, അത് നമ്മൾ അറിഞ്ഞതാണ്. അപ്പൊ ആ മുറിവുകൾ പോലും ഉറങ്ങാതെ ഇപ്പോഴും കേസുകളുമായിട്ട് നാമജപിച്ചതിന്റെ പേരിൽ സ്വാമിമാർ അയ്യപ്പന്മാർ ഇപ്പോഴും കോടതിയെതിരെ നടക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സംഗമം എന്നത് വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ, കാരണം പണ്ട് ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു 1996 നമുക്കറിയാൻ കഴിയും. അവിടെ വികസനം സംബന്ധിച്ച് അന്ന് ഹൈന്ദവ സംഘടനകളെ എല്ലാം വിളിച്ച് ഒരു യോഗം ചേർന്ന് പല അഭിപ്രായങ്ങളും സ്വരൂപിച്ച ശേഷം മാത്രമാണ് അവിടെ മാസ്റ്റർ പ്ലാന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അന്ന് ബഹുമാനായ AK ആന്റണി എന്ന പറഞ്ഞ മുഖ്യമന്ത്രി 1996 അങ്ങനെ ഒരു തീപ്പതിവ് ശബരിമലയെ സംബന്ധിച്ചുണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാം ഇപ്പോൾ അതൊന്നുമല്ല ലക്ഷ്യം. ഇത് അതിന്റെ ഒരു ഗൂഢ ഉദ്ദേശം ഉണ്ട് എന്ന് നമ്മൾ ഭക്തജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ അനുഭവം അതാണ്. തെല്ലും ആത്മാർത്ഥതയില്ലാതെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയല്ല ഈ ദേവസ്വം ബോർഡും സർക്കാരും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ശബരിമല പ്രക്ഷോഭണ കാലത്തും യുവതി പ്രവേശനം സംബന്ധിച്ച് എല്ലാം തന്നെ അത് ഭക്തർ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ശരിക്കും ദേവസ്വം ബോർഡ് സ്വയംഭരണ അധികാരമുള്ള ഒരു അതോറിറ്റിയാണ്. അതൊന്നും കണക്കാക്കാതെ ഒരു സർക്കാരിന്റെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നത് വളരെയധികം സങ്കടകരമായ കാര്യമാണ്. കാരണം ക്ഷേത്രങ്ങളെ 1949 കവലന്റിന് മുമ്പ് എങ്ങനെയാണോ ഭംഗിയായിട്ട് ഇവിടുത്തെ ഹിന്ദു രാജാവ് നോക്കി നടത്തിയിരുന്നത്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതേപടി നിലനിർത്താം എന്ന കവലന്റ് പ്രകാരം മുന്നിൽ വന്ന ഒരു നിയമപരമായ അതോറിറ്റിയാണ് ദേവസ്വം ബോർഡ്. സ്വയംഭരണ അധികാരമുള്ള അവകാശമുള്ള ആ ഒരു നിയമങ്ങളുള്ള ഈ ബോർഡിനെ നോക്കുകുത്തിയായിട്ട് സർക്കാരിന്റെ ഒരു തീരുമാനത്തിന്റെ പുറകെ നടക്കുകയാണ് ബോർഡ് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്താണ് ഈ സംഗമത്തിന്റെ ഉദ്ദേശം, ഇതെന്തിനു വേണ്ടിയാണ് എന്ന് ഇവിടുത്തെ ഭക്തജന സംഘടനകൾക്കോ വിശ്വാസികൾക്കോ അറിയില്ല. അവരെല്ലാം ഇരുട്ടിൽ നിർത്തി ഉള്ള തീരുമാനങ്ങൾ തീർച്ചയായും പ്രതിഷേധാർഹമാണ്. അതിന് ഭക്തരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള വലിയ തീരുമാനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇത് പ്രതിഷേധാർഹമാണ്. വളരെയധികം നന്ദി ശ്രീ നാരായണവർമ്മ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.